പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സത്യസുവിശേഷത്തിൻ്റെ ഉള്ളറയിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഈ സമയം ഒരിക്കൽ കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വച്ചതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ലോകത്തിൽ വലിയ പ്രതിസന്ധികൾ, വലിയ വെല്ലുവിളികളും, വലിയ പല വിധത്തിലുള്ള പഠനങ്ങളും, വലിയ സുവിശേഷ പ്രഘോഷങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളാണ്. വലിയ പ്രവചനങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ നമ്മൾ സഭ, കത്തോലിക്ക സഭ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വേറെ ഏതൊരു ലോകത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും. നമ്മുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ വലിയ ദുരിതത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം. എന്താണ് യേശുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യേശുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ ആത്മീയ കർമ്മങ്ങൾ ചെയ്യുക, കുറേ പ്രാർത്ഥിക്കുക, കുർബാനയ്ക്ക് പോകുക, അല്ലെങ്കിൽ കുറേ ഉപവസിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ അടയാളങ്ങളായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ അതൊന്നുമല്ല. ആത്യന്തികമായി ദൈവഹിതം നിറവേറ്റം. അപ്പം നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ എന്താണ് ആ മർമ്മം, ദൈവഹിതം നിറവേറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കും. പലപ്പോഴും ഇന്ന് നമ്മൾ കുറേ പ്രാർത്ഥന, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയത നമ്മൾ കാണുന്നത് ഈ ബാഹ്യമായിട്ടുള്ള കുറേ ആചാര അനുഷ്ഠാനങ്ങളിൽ, അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വഴി അതിൻ്റെ തീവ്രത, അത് നമ്മൾ പുറമെ ഇങ്ങനെ കാട്ടിക്കൂട്ടിയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഭയങ്കര ആത്മീയനാണ് എന്നൊക്കെ ഒരു ചിന്ത വരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അവൻ്റെ കുടുംബത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ആത്മീയതയില്ല. കാരണം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെല്ലാം ആ സ്നേഹത്തിലേക്ക് വരികയും അവർ ദൈവത്തിലേക്ക് വരികയും ചെയ്യും. ഇതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ പ്രാർത്ഥനയും കുർബാനയും പള്ളി ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ മക്കള്, നമ്മുടെ കൂടെയുള്ളവര് ഈ വിശ്വാസത്തിൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആത്മീയ പരിപാടികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു വാതിൽക്കലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ട്രംപ് അമേരിക്കയിൽ വിജയിച്ച് വന്നിട്ടുണ്ട്. ഇനി മുമ്പോട്ട് എങ്ങനെയാണ് പോവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ത് സംഭവിക്കാവുന്നൊരു തരത്തിലേക്കാണ് പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ്. അപ്പോൾ അത് ലോകത്ത് ആര് ഭരണത്തിൽ വന്നെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്താതെ അവർക്കിനി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ. നമുക്കറിയാം ഒരു തേർഡ് വേൾഡ് വാറിൻ്റെ വാതിൽക്കൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇസ്രായേലിന് ഇനി അടിനിർത്താൻ പറ്റും. കാരണം ഇസ്രായേൽ അവരെ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയേ പറ്റും, എങ്കിലേ അവർക്ക് സമാധാനത്തോടെ കിടക്കാൻ പറ്റും. സോ അമേരിക്ക വിൽ ഹാവ് ടു സപ്പോർട്ട് ദം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പശ്ചാത്തലമൊക്കെ നിൽക്കുമ്പോൾ നമ്മളും ഈ ഒരു യാത്രയിലാണ്. നമ്മളും ഒരു അവസാന കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും എന്തെങ്കിലുമൊക്കെയാണ് എൻ്റെ വിശ്വാസം, ഞാൻ യേശുവിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചു പോയിട്ട് കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈശോ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ അപ്പമെല്ലാം വിഭജിച്ച് കൊടുത്ത് എല്ലാവരും തൃപ്തരായി കഴിഞ്ഞ് യേശു ഗലീലയിലെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ജനം ഇങ്ങനെ ഓടിക്കൂടുകയാണ്. ജനം ഓടിക്കൂടുമ്പോൾ എന്തിനാണ്? ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. ഇന്നും നമ്മുടെ ഒരു ആധ്യാത്മികതയിലുള്ള വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ അത്ഭുതങ്ങൾ പുറകെ ഓടി നടക്കുകയാണ്. അപ്പോൾ അന്ന് ഈശോയുടെ അടുത്ത് അവരൊന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൽ 25-ാമത്തെ വചനം എങ്ങനെയാ പറയുക? യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി?
യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ യേശു ഒരു അടയാളം പ്രവർത്തിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം അത്ഭുതങ്ങളെയൊക്കെ അടയാളങ്ങൾ എന്നാണ് പറയുക. കാരണം അത് മുമ്പോട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള ഒരു ചുണ്ടുപലകയാണ്. ആക്ച്വലി ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യന്മാർ അത് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? 6-ാമത്തെ അധ്യായം, യേശു തിബേരിയസ് കൂടി എന്ന് വിളിക്കപ്പെടുന്ന ഗലീലിയുടെ മരുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദരെ പെസഹാ തിരുനാൾ എടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ധനാരയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവരോട് പറഞ്ഞു, 5 ബാർലിയപ്പോ 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ജനക്കൂട്ടം വരുമ്പോൾ യേശു ചോദിക്കുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം അവർ പറയണം, അവരവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ചിട്ടാണ്. ഇന്നും വലിയൊരു ശതമാനം ആൾക്കാർ ഈ ആത്മീയ ജീവിതം നയിക്കുന്നത് അവരുടെ ബുദ്ധിയിലുള്ള കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 5 അപ്പവും 2 മീനും വെച്ചിട്ട് ഇത്രയും ജനത്തിന് എങ്ങനെ കൊടുക്കും എന്ന് ശിഷ്യന്മാർ തന്നെ ചോദിക്കുകയാണ്. കാരണം അവരുടെ ബുദ്ധിയിലുള്ള പദ്ധതി. എന്നിട്ട് പറയണം, വേറെ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതിനെല്ലാം പറഞ്ഞു വിടാൻ നല്ലത്, കാരണം നമുക്ക് ഇതിനെല്ലാം തീറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഈശോ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് എന്താ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു അടയാളം വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് ഈശോ ഇവിടെ അത് ചെയ്യുന്നത്. അത് തൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നു. ഇത് വെറും ഒരു അത്ഭുതമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയണത് ഇതൊരു അടയാളമാണ്. യേശു പ്രവർത്തിച്ച അടയാളമാണ്. എന്തിൻ്റെ അടയാളം? ഇത് എങ്ങോട്ടുള്ളതാണ്? ഇത് ദിവ്യകാരുണ്യത്തിലേക്ക്, തൻ്റെ ശരീര രക്തങ്ങൾ ഇതേപോലെ അനേകർക്ക് പങ്കുവച്ച് കൊടുക്കാനുള്ള ആ അപ്പത്തിൻ്റെ വർധനവാണെന്നുള്ളത് ശിഷ്യന്മാർ മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. പക്ഷെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം അവരിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ അത്ഭുതങ്ങൾ, അപ്പോൾ ഈശോ വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ ഇവിടെ എന്താ സംഭവിക്കണം. എന്നാൽ ശിഷ്യന്മാർ ബുദ്ധിയിൽ ആശ്രയിച്ച് പറയും, ഇത്രയും അപ്പവേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്നും അനേകർ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നോക്കിയിട്ട് പറയണം, ഇനി രക്ഷയില്ല. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ പറയണം, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ആകെ ബുദ്ധിമുട്ടാണ്, ഇനി നമ്മുടെ ഈ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കും. ഇല്ല മക്കളെ, ഇവിടെയാണ് നമ്മൾ വിശ്വാസം എന്നുള്ളൊരു കാര്യം. വിശ്വാസം ബുദ്ധി തമ്മിൽ ചേരത്തില്ല. ലാസറിന്റെ കുഴിമാടത്തിൽ യേശു വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മർത്ത പറയുന്നുണ്ട്, യേശു പറഞ്ഞ കല്ലെടുത്ത് മാറ്റുക. മർത്ത പറയുന്നുണ്ട്, അവളപ്പോൾ ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് പറയാണ്, ഇപ്പോൾ 4 ദിവസമായി, ഇനി ആ കല്ല് തുറന്നു കഴിഞ്ഞാൽ ദുർഗന്ധം വരുന്നുണ്ടായിരിക്കും. യേശു പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടേണ്ട ഒരു സമയമാണ്. കാരണം ഈ ലോകത്തിൽ വലിയ പ്രതിസന്ധികൾ നടക്കുമ്പോഴും നമ്മുടെ ദൈവം, ഈ ലോകത്തിന്റെ സൃഷ്ടാവും കർത്താവും പരിപാലകരുമായവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഇന്നും നമ്മളെ പരിപാലിക്കാനും സംരക്ഷിക്കാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാനും അവൻ ഇന്നും തയ്യാറാണ് മക്കളെ. പക്ഷേ നമ്മൾ ശരിയായ വിശ്വാസത്തിലേക്ക് വരണം. നമ്മൾ വെറുതെ നമ്മുടെ കുറേ സ്വാർത്ഥ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ പരിപാടിയിൽ നിന്ന് നമ്മൾ പിൻവാങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവത്തിന് എന്താണ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, ആ പദ്ധതി കണ്ടെത്തേണ്ട സമയമാണ്. ആ പദ്ധതി കണ്ടെത്തി അതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ കാണുള്ളൂ. നമ്മൾ വിഭാവനം ചെയ്യുന്ന ലോകം വിഭാവന പദ്ധതിയൊക്കെ ഇന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയിട്ട് ലോകത്തെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാണിക്കുന്നത് നമ്മൾ ആ വഴി ഇനി പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഭാഗമാകരുത്, നിങ്ങൾ സ്വർഗത്തിൻ്റെ ഭാഗമാകണം. അപ്പോൾ ഈ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെ പുറകിലും ഒരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി നമ്മൾ കണ്ടെത്തണം. ആ പദ്ധതി വേറെ ഒന്നുമല്ല, മറ്റൊന്നുമല്ല, അത് നമ്മൾ നിത്യതയിലേക്ക്, നമ്മുടെ ജീവിതം ഫോക്കസ്ഡ് ആണ്. നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആകാൻ ഈശോ ആഗ്രഹിക്കുന്നു. വെറുതെ കുറേ ആത്മീയ കർമ്മങ്ങൾ നടത്തി എന്തെങ്കിലും കാണിച്ചു കൂട്ടി ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് സംഗതി വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ വെറുതെ അത്ഭുതങ്ങളുടെ പുറകെ നടക്കരുത്. ഇന്നും അത്ഭുതങ്ങൾ കണക്കാൻ വേണ്ടി ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് യേശുവിൻ്റെ കുരിശിൽ നമ്മൾ കാണുന്നുണ്ട്, ഫരിസേയരും നിയമജ്ഞരും കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി പറയുന്നുണ്ട്,
നീ മിശിഹായാണെങ്കിൽ കുരിശിൽ നിന്ന് ചാടി വാ, ഞങ്ങളത് കണ്ട് വിശ്വസിക്കാം. അപ്പൊ ഇന്നും ദൈവത്തെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പ്രവണത, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് ദൈവം തെളിയിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ ഇന്ന് നമുക്കുണ്ട്. തീർച്ചയായിട്ടും അത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങൾ നടക്കും. പക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രശ്നം ഈ ദൈവം അതിനകത്ത് ഇടപെട്ടേ മതിയാകൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ മണ്ടൻ വിശ്വാസം നമ്മൾ കളയേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വേദന ഉണ്ടാക്കിയിട്ട്, ഒരു ദുഃഖം ഉണ്ടാക്കിയിട്ടെങ്കിലും പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്? അത് നമ്മളോട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറയും. നിന്റെ അഹങ്കാരം, നിന്റെ സ്വാർത്ഥത, നിന്റെ ജഡിക അഭിലാഷങ്ങൾ, ഈ ലോകത്തിലുള്ള നിന്റെ അമിതമായ ആസക്തി, സമ്പത്തിലുള്ള വലിയ മോഹങ്ങൾ, അതുപോലെ നിന്റെ ആത്മീയ കാര്യങ്ങളുള്ള നിന്റെ അലസത, സ്വർഗം നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന നിന്റെ മനസ്സ്, ഇതിൽ നിന്നൊക്കെ ഒന്ന് നീ മാറി നിത്യത ലക്ഷ്യം വെച്ച് നീങ്ങേണ്ട ഒരു സമയമായി. ഇനിയും നമ്മൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇല്ലാത്തതിന് പുറകെ ഓടേണ്ട സമയമല്ല മക്കളെ. അതിനുവേണ്ടി നീ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നാൽ ചിലപ്പോൾ നിനക്ക് ലഭിച്ചെന്ന് വരത്തില്ല. പകരം നീ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നിത്യജീവന്റെ പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജനത്തെ ഇതിലേക്ക് നയിക്കേണ്ട സമയമായി. ഇനിയും വെറുതെ തവിടും പിണ്ണാക്കും കൊടുത്ത് ഇങ്ങോട്ട് വാ, ഇന്നത് ചെയ്യ്, കുറെ അത് ചെയ്യ്, കുറെ ഇത് ചെയ്ത് പറഞ്ഞ് നടത്തുന്ന ആത്മീയ പരിപാടികൾ. കാരണം നമുക്കറിയാം ഈ ലോകത്തിന്റെ ഒരു മനോഭാവം എങ്ങനെയാണ്. ലോകത്തിലെ എല്ലാ കമ്പനികളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിക്ഷേപകരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കമ്പനികൾ പെർഫോം ചെയ്യണത്. അപ്പൊ കുറെ ആൾക്കാർ പണം നിക്ഷേപിച്ചിരുന്നു. ആ നിക്ഷേപകന്റെ ആഗ്രഹത്തിനും താല്പര്യം അനുസരിച്ച് സ്ഥാപനങ്ങൾ പെർഫോം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആത്മീയത അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തിന്റെ ആവശ്യം എന്താണ്, അവരെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരണം. അപ്പോ ഇവിടെ ഈശോ ഈ അപ്പം കഴിച്ചതിന് ശേഷം എല്ലാവരും തൃപ്തരായി. പിറ്റേ ദിവസം രാവിലെ വന്നിരിക്കുകയാണ് ജനം. യോഹന്നാൻ 6:25 യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവദിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇന്നും നമുക്ക് ലോകത്തിലെ വലിയ അടയാളങ്ങൾ സ്വർഗം നമുക്ക് വാണിംഗ് തരുന്നുണ്ട്. ഏറ്റവും വലിയ അടയാളമാണ് ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഈ ജനത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ അടയാളങ്ങൾ സ്വർഗം തരുമ്പോൾ നീ മനസ്സിലാക്കണം ഈ പുസ്തകം എത്രമാത്രം സത്യസന്ധമാണെന്നും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് ഇന്ന് ലോകത്തെല്ലാ കാര്യങ്ങളും നടക്കുന്നത് മനസ്സിലാക്കുമ്പോൾ ഈ പുസ്തകം എഴുതിയതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട്. അതെന്തിനാണ്? യേശു ദൈവപുത്രനായ മിശിഹായാണെന്നും അവനിൽ വിശ്വസിക്കുന്ന വഴി നമുക്ക് നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ് ഈ പുസ്തകം എഴുതിയതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് ഇനിയും വരാതെ ഇതിൻ്റെ പുറകെ യേശുവെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മക്കളെ നമുക്കുള്ള ദുരിതകാലമാണ്. അതുകൊണ്ട് അവനോട് ചേർന്നിരിക്കണം, അവനിലായിരിക്കുക. ഇതാണ് നമ്മുടെ വിളി. ക്രിസ്തുവിൽ ജീവിക്കുക, ദൈവത്തിൽ ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന പരിപാടി നിർത്തുക, ഇനിയെങ്കിലും നിർത്തുക. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ പരിപാടികൾ, ദൈവത്തെ പ്രസാദിപ്പിക്കാന്നുള്ള പേരിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ, നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യം നിറവേറാൻ വേണ്ടി ദൈവത്തിന് പുറകെ നടക്കുന്ന ആത്മീയ പരിപാടികളൊക്കെ നിർത്തി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ദൈവത്തിൽ വസിക്കുക, ദൈവത്തിൽ ജീവിക്കുക, ദൈവത്തിൽ വളരുക. ആരാണ് ഈ ദൈവം? യേശു. There is no other God other than Jesus in this world. അപ്പോൾ ഈ യേശുവിലായിരിക്കുക, ഈ യേശുവിൽ വളരുക, ഈ യേശുവിൽ പൂർണ്ണത പ്രാപിക്കുക. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പ് ലിവിങ് ഫോർ ക്രൈസ്റ്റ്, ലെറ്റ് ക്രൈസ്റ്റ് ലിവ് ഇൻ യു. പൗലോസ് പറയുന്നു, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കണം. ക്രിസ്തു ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? ദൈവഹിതം. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ പറയാം? യേശു തന്നെ പറയണം, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. എന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ
ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണവൻ? യേശു. ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? മറിച്ചിട്ടാ മതി. ദൈവഹിതമനുസരിച്ച് ജീവിതങ്ങൾ ക്രമപ്പെടുത്തുക. അതിലാദ്യത്തെ പടിയാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം, പാപത്തെ വർജിക്കണം. അത് ദൈവഹിതത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. പക്ഷെ ഇന്ന് അനേകം പേര് ആ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. അവിടെയാണ് നമുക്ക് ആത്മീയ വളർച്ചയില്ല, ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിന് മുമ്പോട്ടൊരു യാത്ര കൂടിയുണ്ട്. ഈ പാപങ്ങൾ വർജിച്ച് നമ്മൾ കുറേ ആത്മീയ കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ കുറേ പ്രാർത്ഥനകളും കുറേ കർമ്മങ്ങളും ആത്മീയ കർമ്മങ്ങളും അഭ്യാസങ്ങളും അതുപോലെ കുറേ ഉപവാസങ്ങളും കുറേ പ്രശ്നൽ പ്രാർത്ഥനകളൊക്കെ നടത്തി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെ ദൈവത്തെ നിനക്ക് കിട്ടില്ല. ഈശോ നമുക്ക് വളരെ കൃത്യമായൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. ഈശോ ഇങ്ങനെ വെറുതെ കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. ബലികളിലും കാഴ്ചകളിലും അവിടുന്ന് പ്രസാദിക്കുന്നില്ല, അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എനിക്കൊരു ശരീരം നൽകി, ആ ശരീരം ഞാൻ ദൈവത്തിന്റെ ഹിതപ്രകാരം അവിടത്തേക്ക് സമർപ്പിച്ചു. ദൈവഹിതത്തിന് തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ഒരു ബലി, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വരെ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത, ഇതാണ് യഥാർത്ഥ ആരാധന. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സുഖങ്ങളും മാറ്റിവെച്ച്, സന്തോഷങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലും എന്നിലൂടെ ഈ ലോകത്തിൽ എന്തെല്ലാം തമ്പുരാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ നിറവേറിയത് കണ്ടെത്തേണ്ട സമയമായി. ഇനിയും അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിനക്ക് ദുരിതം, നിന്റെ പ്രാർത്ഥനകൾ നിനക്ക് തിരിച്ചടിയായി മാറും. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി യേശുവേ യേശു എന്ന് പറഞ്ഞ് നടക്കരുത്. അത് വിജാതീയരാണ് അങ്ങനെ നടക്കുന്നത്. വിജാതീയർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ. അവർക്ക് ആ പാടെ ഈ ലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരുവനും രക്ഷപ്പെടുന്നില്ല, കാരണം ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നശിക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നശ്വരമായ ലോകത്തിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇനി അനശ്വരനായ യേശുവിൻ്റെ പുറകെ നടക്കരുത്. നമ്മൾ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അനശ്വരത അന്വേഷിക്കണം. അതിലേക്കായിരിക്കും നമ്മുടെ ഹൃദയം കൊണ്ടുപോകുക. അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അധ്വാനം. അങ്ങനെ അധ്വാനിക്കുമ്പോൾ ഈശോ പറയുന്ന പോലെ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രന്റെ നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മുടെ അധ്വാനങ്ങളൊക്കെ ഇനി നിത്യത പ്രാപിക്കാൻ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം അധ്വാനങ്ങൾ. അല്ലാതെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി ഇനി അധ്വാനിക്കരുത്. അതിൻ്റെ കംഫർട്ടിന് വേണ്ടി, അതിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി, അതിൻ്റെ സുഖത്തിന് വേണ്ടി നീ ഇനി അധ്വാനിച്ച് പണം ഉണ്ടാക്കി നടക്കരുത്. അത് നിനക്ക് കെണിയായിരിക്കും. അത് നിനക്ക് ജീവിതത്തിൽ വലിയ ട്രാജഡിക്ക് വരാൻ പോകണം. അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി അതിനുവേണ്ടി അധ്വാനിക്കാതെ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിലെ മറ്റുള്ളവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനകളെ കൺവേർട്ട് ചെയ്യുക, നിന്റെ ഉപവാസങ്ങളെ കൺവേർട്ട് ചെയ്യുക, നിന്റെ നൊവേനകളെ കൺവേർട്ട് ചെയ്യുക, നിന്റെ കുർബാനകൾ കൺവേർട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ യു വിൽ എൻഡ് അപ്പ് ഇൻ ഗ്രേറ്റ് ട്രാജഡി. വലിയ ദുഃഖത്തിനും ദുരന്തത്തിനും നമ്മൾ അർഹരായി തീരേണ്ടതായിട്ട് വരികയാണ്. അപ്പം അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവഹിതമനുസരിച്ച് ജീവിക്കുക. ഈശോ യോഹന്നാൻ സുവിശേഷം 6 താഴത്തോട്ട് വരികയാണ്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടത് എന്ത് അടയാളമാണ് നീ ചെയ്യുക? നീ അവർ ചോദിച്ചോണ്ട് ഇനി അടയാളം തപ്പി നടക്കുക. നമ്മളിപ്പോൾ ഇനി അത്ഭുതങ്ങൾ തപ്പി നടക്കുകയാണ്. അത്ഭുതങ്ങൾ ഇനി നമ്മൾ കാണത്തില്ല. ഇനി അത്ഭുതങ്ങൾ കുറവേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് കുരിശിൽ യേശുവിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടി കാത്തിരുന്ന ഫരിസേയർക്ക് വേണ്ടി ഒരു അത്ഭുതവും ദൈവം പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ മണവാളൻ അവൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വലിയ പീഡനങ്ങളിലൂടെ കടന്നവൻ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. ഇന്ന് സഭയും വിശുദ്ധീകരിക്കപ്പെടും, മണവാട്ടി വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ട സമയമാണ്. ഇവിടെ അടയാളങ്ങളല്ല നോക്കേണ്ടത്. ഇവിടെ ദൈവകരങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവകരങ്ങൾ സ്വീകരിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുക. ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയത്തെ പറിച്ച് നിത്യത ലക്ഷ്യമാക്കി ജീവിക്കാൻ തീരുമാനം, ജീവിതത്തെ പരിവർത്തനം വരുത്തണം. ഓക്കെ, അങ്ങനെ അടയാളങ്ങൾ ചോദിച്ചപ്പോൾ ഈശോ അടയാളമൊന്നും കൊടുക്കുന്നില്ല. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങളെ പിതാക്കന്മാരും മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ അപ്പം നൽകിയത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയ ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. എന്നിട്ട് അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ, ഞങ്ങൾക്ക് എപ്പോഴും അപ്പം തരണം. ഇല്ലേ, നമ്മളിങ്ങനെ നടക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ വിശപ്പുണ്ടാകരുത്, പട്ടിണി ഉണ്ടാകരുത്, ദാരിദ്ര്യം ഉണ്ടാകരുത്, ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും അപ്പം തരണം. എന്താണ് നമ്മൾ നടക്കുന്നത്? ഇന്ന് കുർബാന, പള്ളി, പ്രാർത്ഥന, ധ്യാനങ്ങൾ,
ഉപവാസങ്ങൾ, നൊവേനകൾ, പിന്നെ എല്ലാ കലാപരിപാടികളും നമ്മൾ നടത്തുന്നത്. നമ്മുടെ അപ്പം തീർന്നുപോയി. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോക ജീവിതത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പലതും നഷ്ടപ്പെട്ട് അതെപ്പോഴും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ദാഹിക്കുകയുമില്ല. 38-ാമത്തെ വചനം, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഓക്കെ, ഞാൻ ഈ ഭൂമിയിൽ വന്ന നിങ്ങൾക്ക് അപ്പം തന്നിങ്ങനെ സുഖമായിട്ട് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ. ക്രിസ്ത്യാനി, ധ്യാന ഗുരുക്കന്മാരെ, സുവിശേഷ പ്രഘോഷകന്മാരെ, ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്ന മക്കൾക്ക് വേണ്ട അപ്പവും തവിടും കൊടുക്കുന്ന ശുശ്രൂഷ നിർത്തുക. യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയാണ്, ഞാൻ വെറുതെ അപ്പം തരാൻ വേണ്ടി വന്നവനല്ല, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. എന്നൊക്കെ നമ്മൾ നടത്തുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ബിസിനസ്സുകാരെ പോലെയാണ്. ബിസിനസ്സുകാരെങ്ങനെയാണ്? അവരെ കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് അവർ ബിസിനസ് നടത്തുന്നത്. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷ വേല എന്താണ്? നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കുക. നോ, യേശു ഒരിക്കലും അങ്ങനെ കൊടുത്തിരുന്നില്ല. യേശു വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ഞാൻ അപ്പം തരാൻ വേണ്ടി വന്നതല്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നതിൻ്റെ ഇഷ്ടം നിറവേ. എന്താണ് ഇഷ്ടത്? എന്നിൽ വിശ്വസിക്കുന്നവന് അപ്പമല്ല കിട്ടുന്നത് എന്ന് വെച്ച് നമുക്കിവിടെ പട്ടിണി കിടക്കണം നല്ലവര്. അത് വന്നോളും, അതതിൻ്റെ വരെ. അത് തരാൻ വേണ്ടി നീ ദൈവത്തെ യേശുവിന് പുറകെ നടക്കരുത്. യേശു ക്രിസ്തു നിനക്ക് തരുന്നത് നിത്യജീവനാണ്. അതുകൊണ്ട് വളരെ, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങിയത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഈ ഇഷ്ടമാണ് യേശു എപ്പോഴും മുമ്പിൽ കണ്ടത്. ഇതാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ, നമ്മുടെ യേശു വിശ്വസിക്കുന്നതിന്റെ കാതൽ ഇതായിരിക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ വേണ്ടത് നിനക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. ഈ വലിയ ദുരിതകാലത്തിലും ഈ ക്ഷാമകാലത്തിലും ഈ യുദ്ധത്തിന്റെ നടുവിലും നിനക്ക് വേണ്ടത് സ്വർഗം നിനക്ക് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കും. എപ്പോഴാണ്? നീ നിത്യജീവൻ ലക്ഷ്യം വെച്ച് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിന്റെ ചുറ്റുപാടുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ വേണ്ടത് സ്വർഗം കൂട്ടിച്ചേർത്ത് വെക്കും. എന്നിട്ട് ഈശോ പറയാണ്, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നിന്റെ പ്രാർത്ഥനയും ധ്യാനവും പരിപാടികൾ, ആത്മീയ കർമ്മങ്ങൾ നടത്തുന്ന പരിപാടികൾ നിർത്തുക. ഇറ്റ് ഈസ് ഹൈ ടൈം. വിശുദ്ധ അൽഫോൺസ് ലിഗോരി നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്തി, വിശുദ്ധി, ആത്മീയ പൂർണ്ണത തുടങ്ങിയ അടങ്ങിയിരിക്കുന്നത് ബാഹ്യമായ ഭക്തകൃത്യങ്ങളുടെ അനുഷ്ഠാനത്തിലല്ല. ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമേ കാണിക്കുന്ന ഭക്ത അനുഷ്ഠാനങ്ങളിലല്ല, സ്നേഹത്തിലും നീതിയിലും രൂപാന്തരപ്പെട്ട ഹൃദയത്തിലാണ്. യഥാർത്ഥ ഭക്തി ആധ്യാത്മിക അഭ്യാസങ്ങളുടെ കാര്യമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവരലാണ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുകയാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോറി നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ കാണിക്കുന്ന ആത്മീയത പുറമെ ബാഹ്യമായിട്ടുള്ള ഈ ആത്മീയ അഭ്യാസങ്ങളല്ല യഥാർത്ഥ ആത്മീയത. അതിന് നമ്മളൊരു കാര്യം മനസ്സിലായി, യഥാർത്ഥ ഭക്തി ആധ്യാത്മിക അഭ്യാസങ്ങളുടെ കാര്യമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവരലാണ്. ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നമ്മുടെ ജീവിതത്തെ, കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അഭിരുചികൾ, അഭിലാഷങ്ങൾ, അവൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അഭിലാഷങ്ങൾ, അഭിരുചികളായി മാറണം. അങ്ങനെയുള്ളത് അന്വേഷിക്കുക, നിറവേറ്റുക എന്നുള്ളതാണ് ആത്മീയത. ഇതിൻ്റെ പേരാണ് വിശ്വാസം. അല്ലാതെ ഈ കാണിക്കുന്ന പള്ളിയും പട്ടക്കാരും പരിപാടികളും പ്രാർത്ഥനകളും വിശ്വാസത്തിൻ്റെ അടയാളമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് പറയുന്നതാണ് ദൈവഹിതം നിറവേറ്റണം. എന്നിട്ട് വീണ്ടും പറയാണ്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയും നമ്മുടെ ഉത്കർഷത്തിന് വേണ്ടിയും പലതും ചെയ്തിട്ട് അത് ദൈവഹിതമാണെന്ന് ധരിക്കുന്നവരുണ്ട്. കുറെ ആത്മീയ കാര്യങ്ങളും നന്മകളും ചെയ്തിട്ട് അവ ദൈവഹിതമാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചെയ്ത്
അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് ആത്മീയത. മത്തായി 7:21 നമ്മൾ കാണുന്നുണ്ട്. ഈ അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോൾ കുറെ സുവിശേഷ പ്രഘോഷകര്, കുറെ ഭക്തന്മാരെയൊക്കെ യേശുക്രിസ്തു വലിച്ച് തോട്ടിലേക്ക് എറിയുന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്. ദൈവഹിതം നിറവേറണം മക്കളെ. നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ പരിശ്രമിക്കണം, അന്വേഷിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് നിറവേറ്റാൻ സർവശക്തി കൂടി ഇറങ്ങേണ്ട സമയമാണ്. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് ആ വചനം വരുന്നത്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയില്ല. ആ വാക്യം ലോകത്തിൻ്റെ മേൽ വരുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മൾ കടന്നു വരണം. ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചെയ്ത് അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് ആത്മീയത. അപ്പോ പ്രിയമുള്ളവരെ, ഈ സത്യത്തിലേക്ക് വരണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സ്വന്തം താല്പര്യങ്ങളും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രവണത, അതിനാണ് നമ്മൾ പാപ അവസ്ഥ എന്ന് പറയുന്നത്. ദൈവഹിതത്തേക്കാൾ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും നിറവേറുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയത നമ്മളിലുണ്ട്. ഈ ആത്മീയത ക്രിസ്തുവിൻ്റെ ആത്മീയതയല്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ഭക്തി എന്ന് പറയും. ഇതെല്ലാം മതങ്ങളിലുള്ളതാണ്. എന്നാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് തോന്നിയ പ്രവർത്തി, എനിക്ക് കയ്യടി കിട്ടുന്ന, എനിക്ക് ബഹുമാനം കിട്ടുന്ന, എനിക്ക് ഈ ലോകത്ത് സമ്പത്ത് കിട്ടുന്ന കുറേ പ്രവൃത്തി ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി എന്താ? എല്ലാവരും അന്ത്യദിനത്തിൽ നിത്യജീവൻ പ്രാപിക്കണം. ഇതാണ് യേശുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നിത്യത ലക്ഷ്യമാക്കി നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ക്രമപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ യേശുവിനെ നമുക്ക് കിട്ടുകയുള്ളൂ മക്കളെ. അല്ലാതെ അതിൻ്റെ പുറത്ത് കാണിക്കുന്ന കലാപരിപാടികൾക്കകത്ത് ദൈവം ഇടപെടണമെന്ന് കാത്തിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ നിനക്ക് നഷ്ടമാവും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വലിയൊരു അനുതാപത്തിലേക്ക്, ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുകയാണ്. നീ ചെയ്യുന്ന ശുശ്രൂഷകൾ, നീ ചെയ്യുന്ന പ്രാർത്ഥനകൾ, നീ ചെയ്യുന്ന കുർബാനകൾ, ബലികൾ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് നിറവേറാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമായി ഓടി നടക്കുന്ന ഈ കലാപരിപാടി നിനക്ക് വലിയ നഷ്ടങ്ങളും വേദനകളും കൊണ്ടുവരും. ഒരുപക്ഷേ അവസാന കാലങ്ങളിൽ ഈശോ പറഞ്ഞതുപോലെ ഇങ്ങനെ നടക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസം തന്നെ ഇല്ലാതെ ഒരു വലിയ സമൂഹം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക. കാരണം എന്തിനാണ് പള്ളിയിൽ വരുന്നത്? എന്തിനാണ് ഇടവ് കൂടുന്നത്? ഇന്ന് സഭയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പലരും പള്ളിയിൽ പോക്ക് നിർത്തും അല്ലേ? എന്താ അതിൻ്റെ കാരണം? നമ്മൾ വെച്ചു കൊടുത്ത ആ ആത്മീയതയാണ്. എന്തിനാ പള്ളി വരേണ്ടത്? ചെറുപിള്ളേരോട് പറയാണ്, പരീക്ഷ വരുമ്പോൾ പള്ളിയിൽ പോകണം, പ്രശ്നങ്ങൾ വരുമ്പോൾ പള്ളിയിൽ പോകണം, കല്യാണം കഴിക്കാൻ പള്ളിയിൽ പോകണം. എന്തിനാണ്? നമ്മുടെ ഈ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ടുവന്ന ജനമാണ് ഇന്ന് പള്ളിയിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും വിശ്വാസം വന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയും. കാരണം തെറ്റായ ആത്മീയത നമ്മൾ പഠിപ്പിച്ചതിന് കുഴപ്പമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും ഈ ശരിയായ ആത്മീയ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ വലിയൊരു ജനം ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ ദൈവത്തെ തള്ളി പറഞ്ഞു. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പള്ളിയിൽ പോയിട്ടത് എനിക്കൊരു ഗുണം കിട്ടിയില്ല എന്ന് പറയുന്നൊരവസ്ഥ. എന്നാൽ ദൈവവചനം അതിന് വിരുദ്ധം പറയണം. നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തത് എന്തും നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിനക്ക് ലഭിക്കുന്നതിന്. മർക്കോസ് 11:24. വീണ്ടും യോഹന്നാൻ 15:7 പറയുന്നത്, എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളെ നിലനിൽക്കുകയും ചെയ്ത് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളൂ, നിനക്ക് ലഭിക്കും. ബൈബിൾ ഈസ് വെരി ക്ലിയർ, ഗോഡ് ഈസ് വെരി ക്ലിയർ. പക്ഷെ നീ ദൈവത്തിലായിരിക്കണം. എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിലനിൽക്കുകയും ചെയ്യുന്നവൻ, അവനാണ് ഇഷ്ടമുള്ളത് ചോദിച്ച് കിട്ടുക. നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിട്ട് അതെല്ലാം നിറവേറ്റിത്തരാൻ യേശുവേ വരണമെന്ന് പറഞ്ഞെടുത്ത് യേശുവിനെ കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് മാനസാന്തരപ്പെടുക, ജീവിത നവീകരണത്തിലേക്ക് വന്ന് ക്രിസ്തുവിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. വരുന്ന ദിവസങ്ങളിൽ ദൈവഹിതം എന്താണ് കുറെ കൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.